നിങ്ങളൊരു രക്ഷിതാവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക, ഉപകാരപ്പെടും. പല രക്ഷിതാക്കളും കരുതിയിരിക്കുന്നത് കളികൾ അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുട്ടികളുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിന് വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ്. എന്നാൽ കുട്ടികളുടെ മാനസികമായിട്ടുള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കളികൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കളിയിൽ കൂടിയാണ് അവരുടെ അഡാപ്റ്റബിലിറ്റി സ്കില്ല് കൂടുന്നത്. ഏത് സാഹചര്യങ്ങളോടും പൊരുത്തപ്പെടാനുള്ള ഒരു കഴിവ്, അവരുടെ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, ജീവിതത്തിൽ തീരുമാനം എടുക്കാനുള്ള കഴിവ്, റിസ്ക് എടുക്കാനുള്ള കഴിവ്. ജീവിതത്തിൽ സക്സസ് നേടണമെങ്കിൽ നമ്മൾ പലപ്പോഴും റിസ്ക് എടുക്കേണ്ടി വരും. എന്നാൽ കളികൾ വഴിയാണ് കുട്ടികൾ റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് പഠിക്കുന്നത്. ഇങ്ങനെ പല രീതിയിലുള്ള കഴിവുകൾ കുട്ടികൾ പഠിക്കുന്നത് കളികൾ വഴിയാണ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ് വഴിയാണ്. എന്നാൽ കുട്ടികളുടെ സേഫ്റ്റി നോക്കിയിട്ട് അവർക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കൂ എന്ന് കരുതിയിട്ട് പല രക്ഷിതാക്കളും പലപ്പോഴും കുട്ടികളെ കളിക്കുന്നതിൽ നിന്ന് വിലക്കാറുണ്ട്. കുട്ടികളിൽ മാനസികമായിട്ടുള്ള ഡെവലപ്മെൻറ്റും ശാരീരികമായിട്ടുള്ള വളർച്ചയും ആഗ്രഹിക്കുന്ന ഒരു രക്ഷിതാവാണ് നിങ്ങളെങ്കിൽ അവരെ കളിക്കുന്നതിൽ നിന്ന് വിലക്കുന്നതിന് പകരം കളിക്കാൻ അനുവദിക്കുക. കളിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സേഫ് ആയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. ഇനി മുതൽ കുട്ടികൾ കളിക്കണമെന്ന് പറയുമ്പോൾ അവരെ കളിക്കാൻ അനുവദിക്കുക. പറ്റുമെങ്കിൽ അവരുടെ കൂടെ കുറച്ച് സമയം കളിക്കുക. ഇത് അവർക്ക് നല്ല ഒരു മെമ്മറി കൊടുക്കുക മാത്രമല്ല, അവരുടെ ഫ്യൂച്ചറിനെ നിങ്ങൾ ബിൽഡ് ചെയ്യാൻ കൂടിയാണ് സഹായിക്കുന്നത്. നിങ്ങൾ ഏത് രീതിയിലുള്ള രക്ഷിതാവാണ്? കുട്ടികൾ കളിക്കണമെന്ന് പറയുമ്പോൾ അവരെ വിലക്കുന്ന രക്ഷിതാവാണോ, അല്ലെങ്കിൽ അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു രക്ഷിതാവാണോ? കമന്റ് മീ.